എസ്ഡിപിഐയുമായി സഖ്യമുണ്ടാക്കിയത് CPM ആണെന്ന് വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജി. വേങ്ങരയിലെ സ്ഥാനാർത്ഥിയെ മാത്രമല്ല എസ്ഡിപിഐ മൊത്തം CPM വിലയ്ക്ക് വാങ്ങി. ധൈര്യമുണ്ടെങ്കിൽ AK ബാലൻ വേങ്ങരയിൽ വന്ന് എസ്ഡിപിഐക്കെതിരെ സംസാരിക്കുമോ എന്നും KM ഷാജി ചോദിച്ചു. മീഡിയ വണ്ണിന്റെ തീപാറും മണ്ഡലത്തിലായിരുന്നു KM ഷാജിയുടെ പ്രതികരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ SDPIക്ക് എതിരായിരുന്നു. കാരണം പാപ്പിനിശ്ശേരി ഞാൻ ഉദാഹരണം പറയാം, വാളപട്ടണം ഞാൻ ഉദാഹരണം പറയാം. കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ SDPI ഉപയോഗിച്ചു. കാരണം UDFനെതിരെ മത്സരിച്ചിട്ട് പാപ്പിനിശ്ശേരിയിൽ 80 വോട്ട് കിട്ടുക ആർക്ക്? CPMന്. അവിടെ SDPI ജയിക്കുക. വളപട്ടണത്ത് 9 വോട്ട് LDFന്. അവിടെ SDPI ജയിക്കുക. SDPI ആയിട്ട് സഖ്യം ഉണ്ടാക്കിയത് CPM മാത്രമാണ്. നിങ്ങൾ എത്ര ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു AK ബാലനോട്, അദ്ദേഹം ദയവ് ചെയ്തിട്ട് വേങ്ങരയിൽ വരിക, എന്നിട്ട് SDPIയെ കുറിച്ച് വളരെ സൗമ്യമായി, അദ്ദേഹം സൗമ്യമാണെന്നാണ് പറയുന്നത്, സൗമ്യമായി 4 ചീത്ത വിളിക്കുക. അതിനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഷാജി എത്ര അഗ്രസീവ് വന്നപ്പോൾ കാണിച്ചു കൊടുക്കാതാണ്. മുഹമ്മദ് നൌഫൽ തത്സമയം ചേരുന്നുണ്ട്. നൌഫൽ, AK ബാലൻ അടക്കമുള്ള മറുപടിയാണ് KM ഷാജി നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് തീപാറും മണ്ഡലത്തിൽ സംസാരിച്ചത്? ഷാജിയോട് നമുക്ക് ഏറ്റവും പ്രധാനമായും ചോദിക്കാനുള്ളത് ഈ ചോദ്യം തന്നെയായിരുന്നു. അതിനുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ അല്പം മുമ്പ് കേട്ടത്. അതായത് SDPIക്കെതിരെ സഖ്യമുണ്ടാക്കിയ അല്ലെങ്കിൽ SDPIയുമായി സഖ്യമുണ്ടാക്കിയത് ഒരിക്കലും മുസ്ലിം ലീഗോ കോൺഗ്രസോ അല്ല, നേരെ മറിച്ച് CPM ആണ്. അതിനുള്ള ഉദാഹരണമാണ് അദ്ദേഹം പാപ്പിനിശ്ശേരിയിലും വളപട്ടണത്തുമൊക്കെ അതായത് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. അവിടെയൊക്കെ സഖ്യമുണ്ടാക്കിയ CPM എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ലീഗിനെതിരെ അല്ലെങ്കിൽ UDFനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം AK ബാലൻ പറഞ്ഞിരുന്നു SDPIക്കെതിരെ 2 വാക്ക് പറയാൻ, 2 വർത്തമാനം പറയാൻ KM ഷാജിക്ക് വേങ്ങരയിൽ ധൈര്യമുണ്ടോ എന്നുള്ള വെല്ലുവിളിയായിരുന്നു അദ്ദേഹം ഉയർത്തിയത്. അതിന് പകരമായി അദ്ദേഹം നൽകുന്ന മറുപടി, AK ബാലന് SDPIക്കെതിരെ സൗമ്യമായിട്ടെങ്കിലും 2 വാക്ക് പറയാൻ ധൈര്യമുണ്ടോ എങ്കിൽ ഞാനും പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തനിക്ക് പല കോൺട്രാസ്റ്റിലുള്ള ഇമേജുകൾ ഈ CPM നൽകുന്നുണ്ട്. ചിലപ്പോൾ വലിയ വർഗീയവാദിയാക്കി മാറ്റുന്നു, ചിലപ്പോൾ മുസ്ലിം വിരോധിയാക്കി മാറ്റുന്നു, അങ്ങനെ പലതരത്തിൽ തന്നെ ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ താൻ ഒരിക്കലും തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. SDPIക്കെതിരെ തന്നെയാണ് തന്റെ നിലപാട്, വർഗീയ നിലപാടുകൾക്കെതിരെയാണ് തന്റെ നിലപാട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് AK ബാലനെയാണ്. ഈ വേങ്ങരയിൽ വന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു വേങ്ങരയിൽ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിയെ പൂർണ്ണമായും CPM പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ മാത്രമല്ല SDPIയെ ഒന്നാകെ CPM പർച്ചേസ് ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണവും ഷാജി ഉന്നയിക്കും. മുഹമ്മദ് നൌഫലാണ് വിവരങ്ങൾ നൽകിയത്.